മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. രണ്ട് വമ്പന്മാർ തമ്മിലുള്ള പോരാട്ടമാണ് ഇന്ന് സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഇരു ടീമിൻ്റെയും ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് പരിശോധിക്കാം. മുംബൈ ബോളിങ്ങിൻ്റെ കുന്തമന് ജസ്പ്രീത് ബൂംറ തന്നെയാണ്. ഇത്തവണ ബൂംറ മികച്ച ഫോമിലുമാണ്. വിക്കറ്റ് വേട്ടയിൽ മുൻപന്തിയിലുമുണ്ട്. റൺസ് വിട്ടുകൊടുക്കുന്നതിലും പിശുക്ക് കാട്ടുന്ന താരമാണ് ബൂംറ. എന്നാൽ ബൂംറയെ മുംബൈ ടീം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും മത്സരഫലം. മുംബൈക്ക് ബൂംറയെങ്കിൽ രാജസ്ഥാന് ബോൾട്ടാണ്. മികച്ച സ്വിംഗ് ബോളിങ്ങിലൂടെ എതിരാളികളെ വട്ടം കറക്കി പവർ പ്ലേയിൽ വിക്കറ്റ് നേടാൻ ബോൾട്ടിന് മികവുണ്ട്. ബോൾട്ടിനെ സഞ്ജു ഗുജറാത്തിനെതിരെ ഫലപ്രദമായി ഉപയോഗിച്ചില്ല എന്നത് വാസ്തവമാണ്. രാജസ്ഥാൻ ബോളിങ്ങിൻ്റെ കുന്തമനയാണ് ബോൾട്ട് എന്നതിൽ സംശയമില്ല. സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ മുൻതൂക്കം രാജസ്ഥാന് തന്നെയാണ്. ചഹൽ, അശ്വിൻ, കേശവ് മഹാരാജ് എന്ന 3 വേൾഡ് ക്ലാസ് സ്പിന്നേഴ്സ്. ഇതിൽ 2 പേരെ സഞ്ജു 11-ൽ ഉൾപ്പെടുത്താറുമുണ്ട്. എന്നാൽ വിദേശ താരങ്ങൾക്ക് ലിമിറ്റ് ഉള്ളതിനാൽ മഹാരാജിനെ വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കൂടാതെ ഓഫ് സ്പിന്നറായ തനുഷ് കൊട്ടിയാനും മികച്ച രഞ്ജി സീസണിന് ശേഷമാണ് വന്നിരിക്കുന്നത്. മുംബൈ ആദ്യ മത്സരങ്ങളിൽ പീയൂഷ് ചവളയെ പരീക്ഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. പിന്നീട് അവർ ശ്രേയാസ് ഗോപാലിനെയാണ് കളിപ്പിക്കുന്നത്. മുൻ രാജസ്ഥാൻ താരമാണ് ശ്രേയാസ് എന്നതിനാൽ ഇന്ന് 11-ൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. മുംബൈ നിരയിൽ മുഹമ്മദ് നബി, നമാൻദിർ, നെഹാൽ വധേര, ഷംസ് മുലാനി, കാർത്തികേയ എന്നിവരെ ഈ വർഷം കാര്യമായി പരീക്ഷിച്ചിട്ടില്ല. കാർത്തികേയ, വധേര എന്നിവർ പരിചയസമ്പന്നരാണ്. ഷംസ് മുലാനി മുംബൈ രഞ്ജി ട്രോഫി നേടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച താരമാണ്. പേസ് ബോളിങ്ങിൽ ഇരു ടീമിലെയും പുതുമുഖങ്ങളാണ് ജെറാൾഡ് കോട്സിയും നാന്ദ്രെ ബർഗറും. കോട്സി സ്ഥിരം മുംബൈ 11-ലുണ്ട്. റൺസ് വഴങ്ങുന്നു എന്നത് ഒരു പോരായ്മയാണെങ്കിലും നിർണായക ബ്രേക്ക് ത്രൂ നൽകാൻ കഴിവുള്ള താരമാണ്. ബർഗർ രാജസ്ഥാനെ ആദ്യ മത്സരങ്ങളിൽ ടീമിൽ മികച്ച പ്രകടനമാണ് നടത്തിയിരുന്നത്. എന്നാൽ ബാറ്റിങ്ങിൽ പവലിനെ ഉൾപ്പെടുത്തിയതോടെയാണ് താരം 11-ൽ നിന്ന് പുറത്തായത്. ഹർദിക് പാണ്ഡ്യ ബോളിങ്ങിൽ തികഞ്ഞ പരാജയമാണ്. ഷെപ്പേർഡും റൺസ് വഴങ്ങുന്നുണ്ട്. പൊള്ളാർഡിനെ പോലെ മികച്ച ഒരു ഓൾറൗണ്ടറെ മുംബൈ മിസ് ചെയ്യുന്നുണ്ട്. രാജസ്ഥാൻ നിരയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഒരുപോലെ തിളങ്ങുന്ന താരങ്ങൾ ഇരു ടീമിലും കുറവാണ്. പവൽ മീഡിയം പേസ് ബോളറാണെങ്കിലും സഞ്ജു പരീക്ഷിച്ചിട്ടില്ല. ആകാശ് മദ്വാലും കഴിഞ്ഞ സീസണിൻ്റെ നിഴൽ മാത്രമാണ്. അതും മുംബൈയെ കുതിപ്പിന് തടസ്സമായിട്ടുണ്ട്. ആവേശ് ഖാൻ, കുൽദീപ് സെൻ എന്നിവരെ മോട്ടിവേറ്റ് ചെയ്ത് ഭേദപ്പെട്ട പ്രകടനം നടത്താൻ സഞ്ജുവിന് കഴിയുന്നുണ്ട്. എങ്കിലും ആവേശ് ഖാൻ്റെ മികച്ച പ്രകടനം ഇനിയും വന്നിട്ടില്ല. ആവശ്യമെങ്കിൽ സന്ദീപ് ശർമ്മയെയും ഇമ്പാക്ട് പ്ലെയറായി ഉപയോഗിക്കാൻ ഓപ്ഷനുണ്ട്. ഇരു ടീമിലും ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ശക്തമാണെങ്കിലും ബൂംറയെ മാറ്റി നിർത്തിയാൽ മുംബൈ ബോളിംഗ് രാജസ്ഥാൻ്റെ അത്ര വൈവിധ്യമുള്ള ഒന്നല്ല. എന്തായാലും കാത്തിരിക്കാം ഇന്നത്തെ ത്രില്ലറിനായി.